പ്രൈസ് ദി ലോർഡ്. മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം. നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു. ഒരു വലിയ ശുശ്രൂഷയ്ക്ക് ശേഷം യേശു കർത്താവ് സന്ധ്യയായപ്പോൾ ശിഷ്യന്മാരോട് ചേർന്ന് പടകിൽ കയറി ഗലീലക്കടലിൽ കൂടെ അക്കരെ പോകുവാനുള്ള ഒരു യാത്രയിലാണ്. യേശു അമരത്ത് തല വെച്ച് ഉറങ്ങുന്നു. ശിഷ്യന്മാർ പടക് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പെട്ടെന്ന് ഒരു വല്ലാത്ത ചുഴലിക്കാറ്റ് ഈ പടകിന് നേരെ അണിച്ചിട്ട് പടക് തകരുമാറുന്നൊരനുഭവത്തിലേക്ക് എത്തിയപ്പോൾ സഹോദരന്മാരായ ഈ ശിഷ്യന്മാർ വളരെ ഭയപ്പെട്ടു. യേശുവിനെ ഉണർത്തി, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ എന്ന് ചോദിപ്പാനിടയായി തീർന്നു. യേശുവോ എഴുന്നേറ്റ്, കാറ്റേ അടങ്ങുക, കടലെ അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് കൽപ്പിച്ചു. കാറ്റടങ്ങി, കടൽ ശാന്തമായി, സുഗമമായ ഒരു യാത്ര ആ രാത്രിയിലുണ്ടായി. പ്രിയമുള്ളവരെ, ഇങ്ങനെയല്ലേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും ഭീരുക്കളാകുവാൻ തക്കവണ്ണം, ഭയപ്പെടുത്തുവാൻ തക്കവണ്ണം ശത്രു വല്ലാത്ത കാറ്റ്, പ്രതികൂല കാറ്റ് നമ്മുടെ ജീവിതമാം പടകിനേരെ അടുപ്പിച്ച് നമ്മെ ഭാരപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ഈ യാത്രയിൽ, ഈ ജീവിതയാത്രയിൽ, ഈ കപ്പലിൽ യേശു ഉണ്ടോ? ഈ പടകിൽ യേശു ഉണ്ടോ? നിശ്ചയം, സുനിശ്ചിതം നിങ്ങൾക്ക് വിടുതലുണ്ട്. എന്നാൽ പലപ്പോഴും ജീവിതയാത്രയിൽ യേശു കാണുന്നില്ല. യേശുവിനെ ഒരു നാൾ കണ്ടവരാണ്, യേശുവിനെ ഒരു നാൾ നാം അറിഞ്ഞവരാണ്. പക്ഷേ യാത്രാമധ്യേ കൂടെ സഹായിക്കുവാൻ യേശുവിനെ പലപ്പോഴും നാം കാണുന്നില്ല. എന്തുകൊണ്ടാണ്? യേശു നമ്മുടെ പടകിലില്ല. ഇന്ന് രാവിലെ സമയം, ഈ വിശുദ്ധ ദിവസത്തിൽ നമ്മുടെ യാത്രാമധ്യേ ഒരു പ്രതികൂല സാഹചര്യം കടന്നു വരുമ്പോൾ യേശുവിനെ അന്വേഷിക്കുന്നവരായി തീരാതെ വണ്ണം, യാത്ര തുടങ്ങുമ്പോഴേ യേശുവിനെ കണ്ടല്ലേ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഈ യേശു എപ്പോഴും, എന്നും, എല്ലാ നിമിഷവും കൂടെയുണ്ടോ എന്ന് ഒരു അവലോകനം, ഒരു ചിന്തനം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് രാവിലെ സമയം നമ്മെ പ്രബോധിപ്പിക്കുന്നു. പലപ്പോഴും വഴിമത്തെ ഉള്ളതായ പ്രതികൂല ഘട്ടങ്ങളിലാണ് യേശുവിനെ നമ്മൾ അന്വേഷിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാർ പെട്ടെന്ന് വിടുവിക്കപ്പെടാൻ കാരണം അവരുടെ കൂടെ യേശു ഉണ്ടായിരുന്നു. യേശു അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. യേശുവിനെ ഉണർത്തി, യേശു എഴുന്നേറ്റു. അതെ, പ്രതികൂലമായ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞ അവരുടെ സാഹചര്യങ്ങളെ ശാന്തമാക്കി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, യേശു കൂടെയുണ്ടെങ്കിൽ ഏത് ചുഴലിക്കാറ്റും നിന്റെ പടകിന് നേരെ അടിച്ചാലും ശാന്തമാക്കുവാൻ ശക്തനാണ്. അവൻ പ്രകൃതിയുടെ ദൈവമാണ്, സകലത്തിൻ്റെയും സൃഷ്ടിതമായ ദൈവമാണ്. പ്രകൃതിയെ ശാന്തമാക്കും, കാറ്റിനെ അടങ്ങുമാറാക്കും, കടലിനെ അനങ്ങാതിരിക്ക എന്ന് കൽപ്പിച്ച് അവൻ ശാന്തമാക്കും. ആ യേശു കർത്താവ് പടകിലുണ്ടോ എന്ന് ചിന്തിപ്പാൻ രാവിലെ സമയം പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നു. യേശു പടകിലുണ്ടേ എങ്കിൽ വിജയം നിശ്ചയമാണ്. യേശു പടകിലുണ്ടേ എങ്കിൽ അനുഗ്രഹം നിശ്ചയമാണ്. യേശു പടകിലുണ്ടേ എങ്കിൽ ഭീരുക്കളാകുവാൻ ആവശ്യമില്ല. രാവിലെ സമയം നമ്മുടെ ഈ ജീവിതയാത്രയിൽ, ഈ പടകിൽ ജീവിതമാകുന്ന ഈ പടകിൽ യേശു ഉണ്ടോ എന്ന് ഒരു പ്രാവശ്യം കൂടെ ശോധന ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ആമേൻ.